ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിൻ്റെ ബാക്കി വിശേഷമായിട്ടോ. ഓണക്കഥ ഇതുവരെയും തീർന്നിട്ടില്ല, ഓണപരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത്. അതായത് എൻ്റെ വീട്ടിൽ നമ്മൾ തിരുവോണം ഉച്ച കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിട്ടത്തിലെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ പുതിയ ചെറുക്കനും പെണ്ണിനും നമ്മുടെ കസിൻസിനൊക്കെ നമ്മൾ വീട്ടിലാണ് ഊണ് കൊടുത്തത്. നമ്മളെല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. ആ വിട്ടത്തിന് അച്ഛൻ്റെ പെങ്ങന്മാരും വരും, ഞാനും ഇവിടെ നിന്ന് ചെല്ലും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിലാണ് ഒത്തുകൂടുന്നത്. അപ്പോൾ ഇത്തവണത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുതിയ ചെറുക്കനും പെണ്ണും ഉണ്ട്, അതാണ് പ്രത്യേകത. അപ്പോൾ അവരെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഉള്ളതായിരുന്നു അച്ചായുടെ ആഗ്രഹം. ജോസിന് ഒരു നേരത്തെ ആഹാരം തന്നെ ഒന്ന് കുറേ ആയി വിചാരിക്കണ് ആ ഡയലോഗില്ലേ, അതെ ഇപ്പോഴാണ് അതിന് സമയവും സന്ദർഭമൊക്കെ ഒത്തു വന്നതെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ അവരെ ഉണ്ണാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു കേട്ടോ. അവർക്കൊരു വിരുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ, നമ്മുടെയൊക്കെ ഇവിടെ എന്ന് വെച്ചാൽ അവിട്ടത്തിന് ഇറച്ചിയും മീനും കാര്യങ്ങളൊക്കെ ആട്ടോ മേടിക്കണേ. പിന്നെ തിരുവോണത്തിൻ്റെ അന്നും മേടിക്കണവരുണ്ട്. എൻ്റെയൊക്കെ വീട്ടിൽ തിരുവോണത്തിൻ്റെ അന്നും മീനില്ലാണ്ട് അച്ചായിക്കൊന്നും ഇറങ്ങിയില്ല ആ ഭക്ഷണം. അപ്പോൾ ഒരു ഇറച്ചി ഉണ്ടായിരുന്നു, മീൻ വറ്റ ഉണ്ടായിരുന്നു, പിന്നെ അവിയൽ, പച്ചടി, അങ്ങനെ സാമ്പാർ കാര്യങ്ങളൊക്കെ. പിന്നെ ഇറച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു വിശേഷമാണ്. എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. അച്ചായുടെ പെങ്ങന്മാരൊക്കെ ഉണ്ട്, അനുമോളുണ്ട്, ഉണ്ണി വന്നിട്ടില്ല, ഉണ്ണി വരും, പിന്നെ ഞാനുണ്ട്. എല്ലാവരും ഇലയൊക്കെ ഇട്ട് ചോറുണ്ണാൻ തുടങ്ങി കേട്ടോ. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടാക്കിയ ചിക്കനാണ്. അത് കുക്കറെ ഇട്ട് വേവിച്ചുകൊണ്ട് നല്ല പായസം പോലെ വെന്തുടഞ്ഞായിരുന്നു. അതുകൊണ്ട് അവൻ എന്നോട് ചോദിക്കുക, ഇതിനകത്ത് കഷ്ണം എവിടെ, ആ ചാറ് എവിടെ, എല്ലാം ചാറ് പോലെ കലങ്ങി കിടക്കുമായിരുന്നു കേട്ടോ. അതാണ് ആ ചിക്കൻ കറിയുടെ അപാകത. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരുടെയും കുറ്റം കേട്ട് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഡിസൈഡ് ചെയ്ത് എല്ലാവരും കൂടി. അപ്പോൾ നേരെ നമ്മൾ പാത്രവും കിടക്കൊക്കെ ആയിട്ട് ചിറ്റയുടെ വീട്ടിൽ വന്നു. അതായത് ചിറ്റയുടെ വീട്ടിലാകുമ്പോൾ കല്യാണത്തിൻ്റെ ബാലൻസ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ പുതിയ പെണ്ണിനെ കൊണ്ട് ഉണ്ടാക്കിയാന്നാണ് നമ്മൾ വിചാരിച്ചത്. പുതിയ പെണ്ണിൻ്റെ ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധന സാമഗ്രികളൊക്കെ എടുത്ത് നമ്മളിത് ഇറങ്ങിയ അനുമോള് അടുപ്പൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെളിയിൽ കല്യാണത്തിൻ്റെ അടുപ്പ് കൂട്ടിയതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ തന്നെ കത്തിക്കാമെന്ന് വിചാരിച്ചു. ഇതേ വെളിയിൽ അവർ കമ്മിറ്റി കൂടുകയാണ്. അതായത് എന്തോ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പന്മാർ ഈ ഏരിയയിലേക്ക് വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അഞ്ചുക്കുട്ടി ഉണ്ടാക്കട്ടെ, ഞാനും അനുമോളും കൂടി അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ദേവൂട്ടി ആ ഉടുപ്പിൽ സ്പൈഡർമാൻ കാണിച്ചിട്ട് പോയതാട്ടോ. എൻ്റെ കൂടെ ഡബ് ചെയ്യുമ്പോൾ വിതുക്കുട്ടനുണ്ട്. അപ്പോൾ അരി കഴുകി ക്ലീനാക്കി കുതിർത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അരി ഊറ്റി വെള്ളം കളഞ്ഞ് അമ്പിളിയൊക്കെ ഇവിടെ സബോളയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ചിക്കൻ കറിയിലേക്ക് വേണ്ടത്. പിന്നെ മറ്റേ നമ്മുടെ റൈസിലേക്ക് വറക്കാൻ വേണം, ചലാസിനൊക്കെ സബോള വേണമല്ലോ, അപ്പോൾ അതൊക്കെ അരിയുമാണ്. പിന്നെ തക്കാളി കാര്യങ്ങൾ, ഇഞ്ചി, പച്ചമുളക്, അതൊക്കെ അനുമോള് റെഡിയാക്കുന്നുണ്ട്. നമ്മളൊരു 6-7 നാഴി അരി എടുത്തിട്ടുണ്ടായിരുന്നു. തികയുമെന്ന് പേടിയായിരുന്നു. ഇന്ത്യൻ ഗേറ്റിൻ്റെ അരിയായിരുന്നു കേട്ടോ. പക്ഷേ കറക്റ്റായിരുന്നു, പക്കയായിരുന്നു. നമ്മൾ വെള്ളമൊക്കെ ഇട്ട് ആ വെള്ളത്തിനകത്തേക്ക് കറുവപ്പട്ട കാര്യങ്ങൾ, പിന്നെ നാരങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്യും ഉപ്പും ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അരി ഒട്ടാതിരിക്കാനായിട്ട്. മഞ്ചുക്കുട്ടി റൈസിലേക്ക് വേണ്ട ക്യാരറ്റ് കാര്യങ്ങളൊക്കെ അരിയുവാണ്. അപ്പോൾ ചിറ്റപ്പൻ്റെ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് അളിയനും കൂടി വന്നിട്ട് റെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അവൻ ഫോൺ വെച്ച് മറക്കുക കേട്ടോ. അഞ്ചുക്കുട്ടി ബീൻസ് റെഡിയാക്കുന്നു, അനുമോൾ അവിടെ ചിക്കൻ കഴുകുന്നു. അപ്പോൾ ഞാനിതൊക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ചിക്കൻ കറി വെച്ചത് ഞാനും അനുമോളും കൂടി ആട്ടോ. എൻ്റെ അടുത്തൊരുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തത് അവളാണ്. ഞാൻ രാവിലെ വെച്ചത് ഫ്ലോപ്പ് ആയതുകൊണ്ട് വൈകുന്നേരം അഞ്ചുക്കുട്ടിനെ കൊണ്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവൾ റൈസിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വെളിയിൽ അകത്ത് റൈസ് വേവിച്ചിട്ട് അവൾ അകത്തേട്ട് പോയായിരുന്നു അടുക്കളയുടെ. അപ്പോൾ അടുപ്പ് വെളിയിലായതുകൊണ്ട് ഞാൻ പിന്നെ വെളിയിൽ നിന്നെല്ലാം ചെയ്തു. പിന്നെ അനുമോൾ എനിക്കെല്ലാം എടുത്തൊക്കെ തന്നായിരുന്നു. അപ്പോൾ അവൾ ഓരോന്നൊക്കെ പറയുവാണ്. അപ്പോൾ അതേ അഞ്ചുക്കുട്ടി അരി കഴുകി അടുപ്പ് ഇടുക കേട്ടോ. അരിയുടെ ഫുൾ കാര്യങ്ങൾ ചെയ്ത് അവളായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് വെളിയിൽ കളഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ മിറ്റത്തൊക്കെ ഇട്ടല്ലേ ഉണ്ടാക്കണേ, അതുകൊണ്ടായിരിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് അവൾ അരി കുറച്ച് അടുപ്പ് ഇടണമൊക്കെ കണ്ട കേട്ടോ. അപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നല്ല പോലെ തിളച്ചായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇട്ടത് കണ്ടത്. അപ്പോൾ പൊങ്ങി കിടക്കണത് മറ്റ് കറുവപ്പട്ടയും തക്കോലും ആ സാധനമൊക്കെ ആട്ടോ. അപ്പോൾ അരി ഇട്ട് പിന്നെന്താ നല്ലപോലെ ഒന്ന് ഇളക്കി നാരങ്ങാനീര് ഒഴിച്ചതും അരി ഒട്ടാതിരിക്കാനായിട്ടാട്ടോ. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി പുതിയതായിട്ട് ആരെങ്കിലും ബിരിയാണി വെക്കാൻ ഒരുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വെച്ചോളൂ. അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വന്നു മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചേക്കും. ഇച്ചിരി വിനാഗിരിയും കൂടി ഒഴിച്ചായിരുന്നു. നല്ലപോലെ ഇളക്കി മറിച്ച് കുഴച്ച് അനുമോളാണ് അതൊക്കെ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആ
മുറ്റത്ത് നടന്ന വട്ടമേശ സമ്മേളനം അവരകത്തേട്ടാക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചിറ്റി അച്ചയുടെ മൂന്നാമത്തെ പെങ്ങളും ഭർത്താവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അകത്തേട്ട് കയറി വർത്താനം പറയാൻ തുടങ്ങി. ഇതാണ് അഞ്ചുകുട്ടി ഇട്ട പൂക്കളം കേട്ടോ, അത്തപ്പൂക്കളം. അപ്പോൾ ദേവി വിതുക്കുട്ടനും കാശിയും ദേവനും കുഞ്ഞാപ്പിയൊക്കെ അവിടെ ഓടി നടപ്പുണ്ട് മുറ്റം വഴി. അവിടെ മുറ്റത്ത് നല്ല സൗകര്യമുള്ളതുകൊണ്ട് പോരാത്തിന് പന്തലും ഇട്ടേക്കണതുകൊണ്ട് അവർക്ക് കളിക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. അപ്പോൾ ഇവരിവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയട്ടെ, നമുക്ക് അരി എന്തായെന്ന് നോക്കാം. അരി ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം വേവില്ലാത്ത അരിയായിരുന്നു. പിന്നെ കുറച്ച് ഒരു ഇച്ചിരിയും കൂടി നല്ലപോലെ തിളച്ചൊരു 5 മിനിറ്റും കൂടിയൊക്കെ വെന്താൽ മതി. പക്ഷെ നമുക്ക് കറക്റ്റ് ഭാഗത്തിന് കിട്ടിയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇച്ചിരി വേകാനുണ്ടെന്ന് തോന്നിയാലും കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഇങ്ങനെ വീർത്ത് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആശാൻ ഭാര്യ ചെയ്യുന്ന പാചകമൊക്കെ നോക്കി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ചുകുട്ടി നമ്മൾ എന്തൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടാണ് ചെയ്യണേ, അതാണ് അവൾ ചിരിക്കണേ. അപ്പോൾ അഞ്ചുകുട്ടിയുടെ മുടി ഇരിക്കണുണ്ടോ, മറ്റേ ഈ ബോംബിക്കകത്തല്ല പടക്കത്തിനകത്ത് തിരിയിരിക്കുമ്പോൾ. അപ്പം ഞങ്ങൾ പറയുക തീപ്പെട്ടി കത്തിച്ചിട്ട് ഇപ്പം പൊട്ടും. അവളത് മൂടി കല്യാണത്തിന് സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. കല്യാണത്തിനല്ല, ജോലി കിട്ടിയപ്പോൾ. അപ്പോൾ കല്യാണത്തിൻ്റെ ടൈമായപ്പോൾ അതിൻ്റെ അറ്റം കുറച്ച് വെട്ടിയായിരുന്നു. അപ്പോൾ അതാണ് അത് അങ്ങനെ ഇരിക്കണേ. അപ്പോൾ റൈസിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ വാറ്റി ഊറ്റി ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് റൈസ്. അപ്പോൾ ഞാൻ ഉരുളി അപ്പുറത്തേക്ക് വെച്ചായിരുന്നു. അഞ്ചുകുട്ടി ഇതേ മറ്റേ വെള്ളം തോർത്തി എടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ ഊറ്റാൻ പാടായത് കൊണ്ട് നമ്മൾ ആ കണ്ണാപ്പൊക്കെ കോരിയാട്ടോ എടുത്തത്. അപ്പോൾ ഇതേ അനുമോൾ എണ്ണ ഒഴിച്ചു ഉരുളിക്കകത്ത്. ഇനിയിപ്പം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഇടാം. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ ആ 2 പാർട്ടായിട്ട് ഇട്ടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇട്ട് വന്നപ്പോൾ മൊത്തം പകുതിയും ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കേട്ടോ. അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു ചിക്കനിൽ. കുറേ കഴിഞ്ഞാണ് പിന്നെ അതൊന്ന് വറുത്ത് വന്നത്. വെള്ളവും ഇറങ്ങി. പിന്നെ ആദ്യം ഒന്ന് പുഴുങ്ങിയ പോലെ വന്നു. അത് കഴിഞ്ഞ് പിന്നെയാണ് അത് ഫ്രൈ ആയി വന്നത് കേട്ടോ. അപ്പോൾ പകുതി ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ അച്ചുവൊക്കെ വന്നായിരുന്നു അപ്പുറത്തുനിന്ന്. അച്ചുവൊക്കെ വീട്ടിൽ ഓണത്തിന് വന്നതായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ കൂടാറുണ്ട്. അപ്പോൾ അതേപോലെ അച്ചുവൊക്കെ പുതിയ പെണ്ണിനെ കാണാൻ വന്നതാണ്. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞാൽ അച്ചുവൊക്കെ പോയി. അഞ്ചുകുട്ടി ഇവിടെ തകൃതിയായിട്ട് നെയ്യിൽ ഓരോന്നൊക്കെ വഴട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വറക്കുന്നു. അപ്പോൾ ഇത് മിസ്ക് കൊണ്ടുവന്ന കാഷ്നട്ടാട്ടോ. അപ്പോൾ അതാണ് അവൾ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നത്. അവൾ ഒരെണ്ണം പോലും ഞങ്ങൾക്ക് തന്നില്ല ഗായ്സ്. ഞാൻ ഇപ്പോഴാണ് അറിയണത് മിസ്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടെങ്കിലും ഇനി ചെല്ലുമ്പോൾ അവൾ നമുക്ക് 2-3 കാഷ്നട്ടും ഒക്കെ തരട്ടെ എന്ന് ഞാൻ പറയുന്നു. ഞാൻ വെറുതെ പറയണം കേട്ടോ. അപ്പോൾ അതൊക്കെ കാഷ്നട്ടും കിസ്മിസൊക്കെ നെയ്യിടത്ത് ഒത്തിരി നെയ്യ് ഒഴിച്ചിട്ടില്ല. എന്നാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് റൈസിനകത്ത് നെയ്യ് വന്നാൽ പിന്നെ കഴിക്കാനൊക്കെ ഭയങ്കര മട്ടിപ്പായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രമേ കുറച്ചാണ് ചെയ്തത്. എല്ലാം പിശുക്കി പാവപ്പെട്ടവൻ്റെ വള്ളംകളി ആയതുകൊണ്ട് കുറേശ്ശെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്പിളിയൊക്കെ ഈ ചെർലാസിനെ പറ്റി പറയാതിരിക്കാൻ വലിയ അടിപൊളി ചെർലാസായിരുന്നു. ഇത് അമ്പിളിയൊക്കെ ഉണ്ടാക്കിയതാട്ടോ. ആവശ്യത്തിന് ക്യാരറ്റ്, പെരിഞ്ചീരകം, പൊടിക്കാത്ത കുരുമുളക്, സബോള, വെളിച്ചെണ്ണ, വിനാഗിരി, ഉപ്പ് ഇവയൊക്കെ കൂട്ടി നല്ലപോലെ തിരുമി മറിച്ച് കുഴച്ച് നമ്മൾ നല്ലപോലെ തിരുമിലാട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇരിക്കണം. പാകത്തിന് ഉപ്പ്. നമ്മൾ തൈര് ഒഴിച്ചിട്ടില്ല. പെരിഞ്ചീരകമായിരുന്നു ഇതിൻ്റെ ഹൈലൈറ്റ്. പെരിഞ്ചീരകം ഇട്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു പെരിഞ്ചീരകം ഇടുമോ, ഒരു കുത്തൽ വരത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളിത് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ പെരിഞ്ചീരകം ഇടാറില്ല. പെരിഞ്ചീരകം കൂടി വന്നപ്പം ചെർലാസ് വേറെ ലെവലായി ഗൈസ്. അപ്പം ഞാൻ അക്കയോട് പറയുവാണ് എന്താണ് കൈ കഴിയുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അക്ക പറയുന്നത് ഞാൻ 3-4 പ്രാവശ്യം കൈ കഴുകിയതാണ്. ഞാൻ സബോളയൊക്കെ അരിഞ്ഞ് അത് കഴുകാനായിട്ടൊക്കെ കഴുകിയതാണെന്ന് പറഞ്ഞ് കൈ കിട്ടും. അതാണ് ചിരിക്കണത്. എന്നിട്ട് ഇവനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ ഇവൻ്റെ ടേസ്റ്റ് അടിപൊളിയാട്ടോ. ഞങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറായിരുന്നു. അമ്പിളിയൊക്കെയാണ് ഇതുണ്ടാക്കിയെന്ന് പ്രത്യേകം അമ്പിളിയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാട്ടോ ഇത്ര പുകഴ്ത്തിയത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സീരിയസ്ലി അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ അപ്പുറത്ത് ചിക്കനൊക്കെ വറുത്തായിരുന്നു. ഞങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് ഫുഡ് കളർ ഒരു പൊടിക്ക് ചേർത്തായിരുന്നു. അതാണ് കേട്ടോ ഇത്ര കളർ. അപ്പം നമ്മൾ വറുത്ത എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഇട്ടൊന്ന് ഫ്രൈ പോലെയൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ എണ്ണയിൽ തന്നെ സബോളയും വഴട്ടിയായിരുന്നു. നമ്മൾ ആ എണ്ണയിൽ തന്നെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റില്ല. പക്ഷേ അടി പിടിച്ച കുത്തലോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ലായിരുന്നു. ചിക്കൻ ഞാൻ ആദ്യമേ വീട്ടിൽ വെച്ചത് വറുക്കാതെയാണ് വെച്ചത്. അതാണ് അത്രയും പാളിപ്പോയത്. അപ്പോൾ ഇതിനകത്ത് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല പോലെ ആ ഇച്ചിരി എണ്ണ കൂടുതലായിരുന്നു, എന്നാലും കുഴപ്പമില്ല.
നല്ലപോലെ വഴറ്റട്ടെ. തീയും ഉണ്ടല്ലോ. അപ്പോൾ അനുമോളുടെ കോഷ്ടിയും പ്രകടനമൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ അവിടെ നിന്ന് വർത്തമാനം പറയണത്. ലാസ്റ്റ് എല്ലാവരും യൂഷ്വലി വെക്കും പോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മളും വെച്ചത്. അതേപോലെ അപ്പോൾ ഇച്ചിരി ചാറിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. എന്നാന്ന് വെച്ചാൽ ബിരിയാണി അല്ലേ, അപ്പോൾ ഇച്ചിരി ഗ്രേവിയിൽ ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചായിരുന്നു. തിളച്ച് പറ്റുമ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ ഇറച്ചിയിൽ പിടിക്കും. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അതും അപ്പം ഇട്ടായിരുന്നു. അപ്പം കേട്ടോ നോക്കിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ ചന്ദ്രമാവും വന്നിട്ടുണ്ടായിരുന്നു, അമ്പിളിയമ്മാവൻ. അപ്പോൾ ആ ഒരു ടൈം ആയായിരുന്നു കേട്ടോ. പൂർണ്ണചന്ദ്രനാണ്, ഓണമൊക്കെ ആയതുകൊണ്ട് നിലാവൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അഞ്ചുകുട്ടിയും അകത്ത് ദമ്മിടുവല്ല, ദമ്മെന്ന് പറയുമ്പോൾ ചിക്കനും കൂടി ഇട്ടതല്ലേ. അപ്പം നമ്മൾ അരി ലെയറായിട്ട് നമ്മുടെ കാഷ്നട്ടും സബോളയൊക്കെ വറുത്തൊക്കെ ഇങ്ങനെ ലെയറായിട്ട് ഇടുക കേട്ടോ. അങ്ങനെ ദമ്മിടാന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ അപ്പ തിന്നില്ല എന്ന് പറഞ്ഞു. അപ്പ എന്ന് പറയണത് എൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാരെ കേട്ടോ അപ്പയെന്ന് വിളിക്കണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടുന്നത്. പിന്നെ പിള്ളേരൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് എരിവായ പിന്നെ അവർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ലെയർ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. സബോളയും കാഷ്നട്ടും മല്ലിയിലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാകി പിന്നെ റൈസ് ഇടുന്നു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദമ്മും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ലാസ്റ്റത്തെ ഇതായിരുന്നു. നമ്മളപ്പോഴാണ് ഓർത്തത് എസൻസും കാര്യങ്ങളൊന്നും ഒഴിച്ചില്ലായിരുന്നു. എസൻസൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മളിവിടെ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്തായിരുന്നു കേട്ടോ. പിന്നെ എക്സ്ട്രാ ചേർത്തത് മഞ്ഞൾപ്പൊടി കലക്കി വെള്ളം ഒഴിച്ചായിരുന്നു, കളറ് കിട്ടാൻ വേണ്ടി. അതായത് ഒരു മഞ്ഞ കളറൊക്കെ കിട്ടാനായിട്ട്. പൈനാപ്പിളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എൻ്റെ ചുവ വരുമെന്ന്. പക്ഷേ അതിൻ്റെ ചുവയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചെയ്യണത് മഞ്ഞൾപ്പൊടി, നാരങ്ങാനീരും കുറച്ച് വെള്ളവും കൂടി എടുത്ത് കുറച്ച് റൈസിൻ്റെ അകത്ത് ആ വെള്ളം റൈസും കൂടി ഇട്ട് കുതിർത്ത് വെക്കും. റൈസ് നമ്മൾ വേവിച്ചത് അന്നേരം നല്ലപോലെ ആ റൈസിൻ്റെ അകത്ത് ആ മഞ്ഞ കളർ പിടിക്കും. അപ്പോൾ ഞാനതങ്ങനെ തൂകാറുണ്ട്. ഇവിടെ മഞ്ഞപ്പൊടി ആ കലക്കിയ വെള്ളം ആട്ടോ ഒഴിച്ചത്. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചെടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ബിരിയാണിയുടെ ലുക്ക് കിട്ടുക. പിന്നെ ഗ്രീൻ പീസും കാര്യങ്ങളൊക്കെ ഇട്ടു. എനിക്കിപ്പോഴും പനിയുടെ ഒരു ടച്ച് ഉണ്ട്. അതാണ് എൻ്റെ സൗണ്ട് മഹാ ബോറായിരിക്കണം. നിങ്ങളത് ഇഗ്നോർ ചെയ്യുക, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ അതേ സന്ധ്യയൊക്കെ ആയപ്പോൾ എല്ലാവരും ഇവർക്കൊക്കെ കഴിച്ചിട്ട് പോകണമല്ലോ, ചെട്ടിമംഗലം വരെ പോകണം. അപ്പോൾ എല്ലാവരെയും ഇരുത്തി, ദൂരെ പോകാനുള്ളവരൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെന്താ, അച്ചായൊക്കെ കഴിച്ചായിരുന്നു. ഇതേ പിള്ളേരെ എവിടെ ഇരിപ്പുണ്ട്, കാശിയും വിതുക്കുട്ടനും അപ്പവും. വിതുക്കുട്ടൻ ആ പന്തലിട്ടേക്കണം, അടക്കാമരം തൂണായിട്ടിട്ടേക്കണം, അത് കുലുക്കി നോക്കും, അത് കുലുങ്ങണുണ്ടോയെന്ന് വിതുക്കുട്ടനെ അടക്കാം. അങ്ങനെയൊക്കെയാണ്. അതിപ്പോൾ കുലുങ്ങണില്ലെന്ന് കണ്ടപ്പോൾ പുള്ളി മാറി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബിരിയാണി. അടിപൊളിയായിരുന്നു. ചിക്കനും ചലാസ് റൈസൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പന്മാരൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാലറി ഗ്ലാം ബൈ ദൃശ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ ഇൻട്രോയും വൈൻഡപ്പ് ഒക്കെ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ആരും ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു വൈൻഡപ്പ് എടുത്തേക്കാമെന്ന് കരുതി. പിന്നെ എന്നാ ദേവൻ ഇവിടെ ഇല്ല. ദേവനും അമ്മയും കൂടി ബോത്തോട്ടേക്ക് പോയിക്കഴിഞ്ഞാൽ വിതുക്കുട്ടൻ ഉറങ്ങുവാണ്, ചേട്ടായി ഉറങ്ങണം. അപ്പോൾ എനിക്ക് വൈൻഡപ്പൊക്കെ എടുക്കാൻ നല്ല സൗകര്യമാണ്. എനിക്കൊന്ന് വൈൻഡപ്പൊക്കെ എടുക്കാൻ മൂടുണ്ട്. എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നാണൊന്ന് തലയൊക്കെ കുളിച്ച് ഓക്കെ ആയത് കേട്ടോ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു. ഞങ്ങൾ ഓണമൊക്കെ അടിച്ചു പൊളിച്ചു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. കസിൻസൊക്കെ കൂത്ത് അടിപൊളിയായിരുന്നു ഓണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായി, എന്നാലും അതൊക്കെ മാറി. ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ എന്താണ്, നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ഓണവും കല്യാണമൊക്കെ ഒരുമിച്ച് വന്നുകൊണ്ട് എല്ലാം അടിച്ചു പൊളിച്ചു നമ്മൾ. പിന്നെ എന്താണ്, പിന്നെ ഒത്തിരി നാളായില്ല നമ്മളിങ്ങനെ സംസാരിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാതിരിക്കാൻ മറക്കരുത്. പിന്നെ എന്താ, ഓണക്കോടിയൊക്കെ എടുത്തു എല്ലാവരും. ഞാനും ഓണക്കോടിയൊക്കെ എടുത്തു. പിന്നെ ഓണക്കോടി കിട്ടി. പിന്നെ എന്താണ് പറയാനുള്ളത്, പിന്നെ നമ്മൾ 367 സബ്ബായിട്ടുണ്ട് കേട്ടോ. ഒത്തിരി താങ്ക്സ് എല്ലാവർക്കും. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാതിരിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ഇഷ്ടംമാതിരി പേരുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ 2 വീഡിയോ 1.7K വ്യൂസും 1.2 എങ്ങാണ്ടും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ എന്നാ, നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണം. നിങ്ങൾ എൻ്റെ കൂടെ പറയണമെന്ന് വെച്ചാൽ ഞാനും ഉൾപ്പെടെയുള്ളവർ നമ്മൾ വീഡിയോ കാണുമ്പോൾ അത് മറന്നു പോകും ലൈക്ക് ചെയ്യാനായിട്ട്. ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, അതുകൊണ്ടാട്ടോ. പിന്നെ എൻ്റെ ഫോണൊക്കെ ആണെങ്കിലും കുറച്ച് പണിയൊക്കെ തന്നു തുടങ്ങിയത്. സ്റ്റോറേജ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്പേസ് ഇല്ല ഫോണിൽ. നമ്മൾ വീഡിയോ എടുക്കണ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടാണ് എടുക്കണം. അപ്പോൾ ഇനി അതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ മെമ്മറി കാർഡോ എന്തെങ്കിലുമൊക്കെ മേടിക്കണം.
നമ്മൾ അത്യാവശ്യം സ്പേസുള്ള ഫോണായിരുന്നു. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ലോങ് വീഡിയോ ഒക്കെ എടുക്കണോണ്ട് അത് നടക്കില്ലല്ലോ, അതുകൊണ്ടാട്ടോ. പിന്നെ എന്താണ്, ഞാൻ മുടി വെട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലല്ലോ. കുഴപ്പമില്ല കേട്ടോ, ഇപ്പം ഞാൻ അതുമായിട്ട് സെറ്റായി. എനിക്ക് ഓൾറെഡി ഇഷ്ടമായിരുന്നു മുടി വെട്ടിയത്. ഇപ്പോൾ ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം ഞാൻ എണ്ണയൊന്നും വെച്ചില്ല. തിരുവോണത്തിൻ്റെ അന്ന് തല നനച്ച, പിന്നെ വെട്ടത്തിൻ്റെ അന്ന് പിന്നെ തല നനച്ചിട്ടില്ല, ഞാൻ വെച്ച് പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട്. അപ്പോൾ പിന്നെന്താണ്, പിന്നെ പ്രത്യേകിച്ച് എന്തൊക്കെ പറയണമെന്നും പറഞ്ഞാട്ടോ വരുന്നത്, പക്ഷേ എല്ലാം മറന്നു പോകാറുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ മറന്നു. എൻ്റെ കൂട്ടുകാരൻ പറയാറുണ്ട് വീഡിയോയിൽ മൊത്തം വെള്ളിയാണ്. എന്ത് പറയാനാണ് ഗൈസ്, ഇതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പം കൂടുതലും വെള്ളിയാണ് വായിന്ന് വരുന്നത്. അപ്പം അതുകൊണ്ടാട്ടോ. പിന്നെന്താ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കരുത്. പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ചാനൽ പയ്യെ പയ്യെ മുന്നോട്ട് പോവുള്ളൂ. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇപ്പം നമുക്ക് 2-3 എണ്ണമൊക്കെ ഇട്ട വീഡിയോസിന് വ്യൂസ് കുറവാണ്. പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വ്യൂസ് ആയിക്കോളും. ഇപ്പോൾ ആ 1.3K ഒക്കെ അടിച്ച വീഡിയോയ്ക്ക് ഒട്ടും വ്യൂസ് ഇല്ലാണ്ട് കിടന്നാണ് ആ ചീനച്ചട്ടിയൊക്കെ മേടിച്ചത്. അത് പെട്ടെന്നാണത് അതിന് വ്യൂസ് കിട്ടിയത്. അതെനിക്ക് ഭയങ്കര അതിശയമായിപ്പോൾ. ഒട്ടും വ്യൂസ് ഇല്ലാണ്ട് കാണുന്ന ഒരു വീഡിയോ ആയിരുന്നു. പിന്നെന്താ, പിന്നെ ഒരു കൊച്ചു എപ്പോഴും ക്ലീനിങ് വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിനുള്ള സമയവും സന്ദർഭവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാതെ. ഇപ്പോൾ ഓണം പ്രമാണിച്ച് പോലും എല്ലാം ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നടന്നില്ലായിരുന്നു. നമുക്ക് കല്യാണം കൂടി ഒന്നും സമയമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കല്യാണ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു. പുതിയതായിട്ടൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ.